എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമാധാനപൂർണമായ നിമിഷത്തിലേക്ക് സ്വാഗതം. ഈ നിമിഷം നിങ്ങൾക്കായുള്ള ഒരു സമാധാന സമയമാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു ഭാരമുണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ എന്തു സംഘർഷമുണ്ടെങ്കിലും ഇപ്പോൾ ഒരു നിമിഷം വിശ്രമിക്കുക. ആഴത്തിൽ ശ്വസിക്കുക, അകത്തേക്ക് ശ്വസിക്കുക, പുറത്തേക്ക് വിടുക. പതുക്കെ, സാവധാനം. നിങ്ങളുടെ ഉള്ള് പതുക്കെ ശാന്തമാകട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വേദന ദൈവത്തിനറിയാം. നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം അവിടുന്ന് കാണുന്നു. അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു ചേരുന്നു. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. പൂർണ്ണ ശ്രദ്ധ വേണ്ട. ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു. അത് മതി. നിങ്ങളുടെ വീട് സമാധാനപൂർണ്ണമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സമാധാനമില്ല. സംഘർഷമുണ്ട്, അശാന്തിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് അനുഭവിക്കുന്നത്. ദൈവം കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭാരമുണ്ട്. ഇന്ന് വീണ്ടും തർക്കമുണ്ടാകുമോ എന്ന ആശങ്ക, വീണ്ടും വാക്കുകൾ കൈമാറപ്പെടുമോ എന്ന പേടി. വീട്ടിൽ സംസാരിക്കുമ്പോൾ പിരിമുറുക്കം അനുഭവപ്പെടുന്നു. ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. എന്നിട്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ എന്തോ അസ്വസ്ഥരാണ്. നിങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തർക്കമാകുന്നു. കുട്ടികൾ നിങ്ങളുടെ പിരിമുറുക്കം അനുഭവിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം, പക്ഷേ അവർക്ക് അനുഭവപ്പെടുന്നു. ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങളാകുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയപ്പെടുന്നു. മാപ്പ് നൽകുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു. എന്നും പോരാടുന്നത് പോലെ. സമാധാനത്തിനായി ആഗ്രഹിക്കുന്നു, പക്ഷേ എങ്ങനെയെന്നറിയില്ല. രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ മനസ്സ് വട്ടത്തിൽ കറങ്ങുന്നു. ഇന്ന് പറഞ്ഞ വാക്കുകൾ, പറയേണ്ടിയിരുന്ന വാക്കുകൾ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് മാറില്ല എന്ന്, എന്നും ഇങ്ങനെയായിരിക്കുമെന്ന്, സമാധാനം സാധ്യമല്ല എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. ദൈവത്തിന് സാധ്യമല്ലാത്തതൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. കാരണം ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. ദൈവം നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ കാണാതിരുന്നാലും. നിങ്ങൾ കാണുന്നത് സംഘർഷമാണ്, പക്ഷേ ദൈവം കാണുന്നത് സാധ്യതയാണ്. നിങ്ങൾ അനുഭവിക്കുന്നത് അശാന്തിയാണ്, പക്ഷേ ദൈവം കൊണ്ടുവരുന്നത് സമാധാനമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലായ്പ്പോഴും ദൃശ്യമല്ല, എന്നാൽ അതെല്ലായ്പ്പോഴും യാഥാർത്ഥമാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വലിയ തർക്കമുണ്ടാകാതിരുന്നാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ചെറിയ കാര്യം വലുതാകാതിരുന്നാൽ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. വാക്കുകൾ പുറത്തു വരാതിരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ക്ഷമ കണ്ടെത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ സഹായമാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തിന് മുൻപിൽ നിൽക്കുന്നു. ഓരോ വാതിലും തുറക്കുന്നതിന് മുൻപ്, ഓരോ സംഭാഷണത്തിനു മുൻപ്. ദൈവം നിങ്ങളുടെ പിറകിൽ നിൽക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ദൗർബല്യങ്ങൾ മറയ്ക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലായിടത്തും. നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ കൈകളിൽ ഉറച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചുപോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു പറഞ്ഞത് സാധാരണ സമാധാനമല്ല, ലോകം തരുന്ന സമാധാനവുമല്ല. ഇത് വ്യത്യസ്തമായ സമാധാനമാണ്. ലോകം പറയുന്നു എല്ലാം ശരിയാകുമ്പോൾ സമാധാനമുണ്ടാകും. യേശു പറയുന്നു സമാധാനമുണ്ടാകുമ്പോൾ എല്ലാം ശരിയാകും. ലോകം പറയുന്നു പ്രശ്നങ്ങളില്ലെങ്കിൽ സമാധാനം. യേശു പറയുന്നു പ്രശ്നങ്ങൾ നടുവിലും സമാധാനം. യേശുവിൻ്റെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ല, അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതാണ്. ശിഷ്യന്മാർ ആ സമാധാനം തേടിയിരുന്നു. അവർ ഭയപ്പെട്ടിരുന്നു, അനിശ്ചിതത്വത്തിലായിരുന്നു. അവർക്ക് സമാധാനം വേണമായിരുന്നു. യേശു അവർക്ക് സമാധാനം നൽകി. തൻ്റെ സമാധാനം, ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനം. സാഹചര്യങ്ങൾ മാറിയില്ല, പക്ഷേ അവരുടെ ഉള്ളു മാറി. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയുമരുത്. സമാധാനം സാധ്യമാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. അതേ സമാധാനം ഇന്ന് നിങ്ങൾക്കും ലഭ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വീട്ടിനും. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. അത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകുന്നു. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ.
ഈ സമാധാനം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാണ്. ഇന്നത് ലഭിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അവർ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങി, സ്നേഹിച്ചു, സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ ഇപ്പോൾ അകലമുണ്ട്. സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വേദനയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീണ്ടും അടുപ്പമാണ്, വീണ്ടും മനസ്സിലാക്കലാണ്, വീണ്ടും സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ്. നിങ്ങളുടെ മക്കൾ, അവർ നിങ്ങളുടെ ആനന്ദമാണ്. പക്ഷേ ചിലപ്പോൾ സംഘർഷത്തിൻ്റെ കാരണവും അവരനുസരിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അവർ നിങ്ങളുടെ വാക്കുകൾ തിരസ്കരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നന്നാകണമെന്നാണ്, സുരക്ഷിതരായിരിക്കണമെന്നാണ്, സന്തോഷിക്കണമെന്നാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ അവർ കൂടിയിടപെടുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ സ്നേഹിക്കണം, പക്ഷേ ചിലപ്പോൾ വെല്ലുവിളിയാണ്. നിങ്ങളുടെ വീട് സമാധാനത്തിൻ്റെ സ്ഥലമായിരിക്കണം, പക്ഷേ ഇപ്പോൾ അത് യുദ്ധക്കളമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പിരിമുറുക്കം തോന്നുന്നു. ഇന്നെന്താണ് കാത്തിരിക്കുന്നത് എന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീട് ഒരു അഭയകേന്ദ്രമായിരിക്കണമെന്നാണ്, വിശ്രമത്തിൻ്റെ സ്ഥലമായിരിക്കണമെന്നാണ്, സ്നേഹത്തിൻ്റെ സ്ഥലമായിരിക്കണമെന്നാണ്. ദൈവം അത് മനസ്സിലാക്കുന്നു. അവിടുത്തേക്കും നിങ്ങളുടെ വീട് സമാധാനപൂർണ്ണമാകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സമാധാനത്തിൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ വീട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. സംഘർഷം ഒഴിവാക്കണമേ. അശാന്തി അവസാനിപ്പിക്കണമേ. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം നൽകണമേ. ആ സമാധാനം അവരിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ഒഴുകട്ടെ. അവരുടെ വാക്കുകൾ സൗമ്യമാക്കണമേ. അവരുടെ സ്വരം ശാന്തമാക്കണമേ. അവരുടെ ഹൃദയം മൃദുവാക്കണമേ. ക്ഷമിക്കാൻ കഴിവ് നൽകണമേ. കഴിഞ്ഞ വേദനകൾ മറക്കാൻ സഹായിക്കണമേ. പുതുതായി തുടങ്ങാൻ ധൈര്യം നൽകണമേ. കർത്താവേ, അവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയിൽ സ്നേഹം പുതുക്കണമേ. അവർ തമ്മിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങട്ടെ. വീണ്ടും ചിരിക്കാൻ തുടങ്ങട്ടെ. വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങട്ടെ. തെറ്റിദ്ധാരണകൾ മാറ്റണമേ. അഹങ്കാരം ഒഴിവാക്കണമേ. സ്നേഹം വളരട്ടെ. കർത്താവേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയങ്ങളെ തൊടണമേ. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കട്ടെ, അനുസരിക്കാൻ പഠിക്കട്ടെ, സ്നേഹിക്കാൻ പഠിക്കട്ടെ. മാതാപിതാക്കൾ കുട്ടികളോട് ക്ഷമയോടെ ഇരിക്കട്ടെ, സ്നേഹത്തോടെ നയിക്കട്ടെ, മനസ്സിലാക്കലോടെ കൈകാര്യം ചെയ്യട്ടെ. കർത്താവെ, മുതിർന്നവരെ ബഹുമാനിക്കാൻ ഈ കുടുംബത്തെ പഠിപ്പിക്കണമേ. അവരുടെ ജ്ഞാനം വിലമതിക്കാൻ പഠിപ്പിക്കണമേ. അതേസമയം മുതിർന്നവർക്ക് യുവാക്കളെ മനസ്സിലാക്കാനുള്ള ആത്മാവ് നൽകണമേ. കർത്താവെ, ഇന്ന് സംഭവിക്കാൻ പോകുന്ന തർക്കങ്ങൾ തടയണമേ. പറയാൻ പോകുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ തടയണമേ. ചെറിയ കാര്യങ്ങൾ വലുതാകാതിരിക്കട്ടെ. പഴയ വേദനകൾ വീണ്ടും ഉയരാതിരിക്കട്ടെ. ഓരോരുത്തർക്കും കേൾക്കാനുള്ള കാതുകൾ നൽകണമേ. മനസ്സിലാക്കാനുള്ള ഹൃദയം നൽകണമേ. സഹകരിക്കാനുള്ള മനോഭാവം നൽകണമേ. കർത്താവെ, ഇപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരാൻ പോകുന്ന സംഘർഷങ്ങൾ തടയണമേ. ഉണ്ടാകാൻ പോകുന്ന തെറ്റിദ്ധാരണകൾ മാറ്റണമേ. കുടുംബത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ അകറ്റണമേ. സമാധാനം നശിപ്പിക്കാൻ വരുന്നവയെ നീക്കണമേ. ഈ വീട്ടിൽ പ്രവേശിക്കാൻ ശത്രുവിന് അവകാശമില്ല. അങ്ങയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങയുടെ സംരക്ഷണം ഇവിടെയുണ്ട്. വരാനിരിക്കുന്ന നാളുകളിൽ സമാധാനം വർദ്ധിക്കട്ടെ. സ്നേഹം ആഴമാകട്ടെ. ഐക്യം ബലപ്പെടട്ടെ. കർത്താവെ, ഇപ്പോൾ പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒറ്റയായിരിക്കുമോ എന്ന ഭയം, കുടുംബം തകരുമോ എന്ന ഭയം, കുട്ടികൾ ദോഷം ബാധിക്കുമോ എന്ന ഭയം, എന്നേക്കും ഇങ്ങനെ ആയിരിക്കുമോ എന്ന ഭയം, സമാധാനം ഒരിക്കലും വരില്ലേ എന്ന ഭയം. ആ എല്ലാ ഭയങ്ങളെയും അങ്ങേക്ക് കീഴടക്കണമേ. പകരം അങ്ങയുടെ സമാധാനം നൽകണമേ. വാക്കുകളിൽ പറയാനാകാത്ത വേദനകൾക്കായി പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാൻ കഴിയാത്ത വികാരങ്ങൾക്കായി. അവയെല്ലാം അങ്ങേക്കറിയാം. അവയെല്ലാം അങ്ങ് കാണുന്നു. അവയെല്ലാം അങ്ങ് സൗഖ്യമാക്കും. കർത്താവെ, അങ്ങയുടെ സമാധാനം ഈ കുടുംബത്തിന്മേൽ പകരണമേ. അങ്ങയുടെ സ്നേഹം ഈ വീട് നിറയ്ക്കട്ടെ. ഇവിടെ തർക്കത്തിന് സ്ഥാനമില്ലാതാകട്ടെ. വിദ്വേഷത്തിന് സ്ഥലമില്ലാതാകട്ടെ. ചീത്ത വാക്കുകൾക്ക് ഇടമില്ലാതാകട്ടെ. പകരം സമാധാനമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ,
മനസ്സിലാക്കലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, സമാധാനത്തിൻ്റെ രാജാവിൻ്റെ നാമത്തിൽ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ ഒരു നിമിഷം നിശബ്ദതയിലിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തോ മാറിയെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സമാധാനത്തിൻ്റെ ഒരു തുടക്കം, അത് ദൈവത്തിൻ്റെ സമാധാനമാണ്. യേശുവിൻ്റെ സമാധാനം, നിങ്ങൾക്കായുള്ള സമാധാനം. ഈ സമാധാനം നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളുടെ കുടുംബവുമായി പങ്കിടുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സമാധാനം ഓർക്കുക. ജോലി ചെയ്യുമ്പോൾ കൂടെയുണ്ടാകട്ടെ. രാത്രി ഉറങ്ങുമ്പോൾ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം വരാൻ തുടങ്ങും. പെട്ടെന്നല്ലായിരിക്കാം, പക്ഷേ കാണാവുന്നതാകും. വാക്കുകൾ സൗമ്യമാകുന്നു, സ്വരം ശാന്തമാകുന്നു, ഹൃദയങ്ങൾ മൃദുവാകുന്നു. ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ കൊണ്ടുവരുന്നു. ഒരു ചെറിയ സമാധാനം കൂടുതൽ സമാധാനമാകുന്നു. പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. പ്രാർത്ഥന തുടരുക. വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. കർത്താവായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ വീട്ടിന്മേൽ പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളോട് കരുണയുണ്ടാകട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ വീട് സമാധാനത്തിൻ്റെ ഭവനമായിരിക്കട്ടെ, സ്നേഹത്തിൻ്റെ ഭവനമായിരിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭവനമായിരിക്കട്ടെ. ഓരോ മുറിയും സമാധാനം കൊണ്ട് നിറയട്ടെ. ഓരോ സംഭാഷണവും സ്നേഹം കൊണ്ട് നിറയട്ടെ. ഓരോ നിമിഷവും കൃപ കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാകട്ടെ. നിങ്ങളുടെ വാക്കുകൾ ദയാലുവായിരിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾ സ്നേഹപൂർണമായിരിക്കട്ടെ. ഭർത്താവും ഭാര്യയും തമ്മിൽ സ്നേഹം വർദ്ധിക്കട്ടെ. മനസ്സിലാക്കൽ ആഴമാകട്ടെ. ഐക്യം ബലപ്പെടട്ടെ. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ബഹുമാനമുണ്ടാകട്ടെ. സ്നേഹം പ്രവഹിക്കട്ടെ. സന്തോഷം നിറയട്ടെ. എല്ലാ തലമുറകളും തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. ജ്ഞാനം പങ്കിടപ്പെടട്ടെ. പാരമ്പര്യം ബഹുമാനിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സമാധാനം പുറത്തേക്ക് പ്രവഹിക്കട്ടെ. അയൽക്കാർക്ക്, സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനം എന്നേക്കും നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ഇനി നിങ്ങൾ പോകുമ്പോൾ സമാധാനത്തോടെ പോകുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുപോകുക. സംഘർഷമുണ്ടായാൽ സമാധാനം തിരഞ്ഞെടുക്കുക. തർക്കമുണ്ടായാൽ ക്ഷമ തിരഞ്ഞെടുക്കുക. വേദന ഉണ്ടായാൽ സ്നേഹം തിരഞ്ഞെടുക്കുക. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അവിടുത്തെ സമാധാനം നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാം ശരിയാകും. നിങ്ങളുടെ കുടുംബം സമാധാനത്തിൽ ജീവിക്കട്ടെ, ഇന്നും നാളെയും എന്നേക്കും. ആമേൻ.